വിചേട്ടാ നമസ്കാരം. നമസ്കാരം. വിചേട്ടാ, സി ജെ പിയുടെ ഈ ഒരു കലാപം സമരമാണെന്നാണ് അവർ പറയുന്നത്. ആദ്യം സമരമായിരുന്നു. ആ, അത് കഴിഞ്ഞ് കലാപത്തിന്റെ രൂപത്തിലേക്ക് വഴിമാറി. ആ കലാപത്തിന്റെ രൂപത്തിലേക്ക് വഴിമാറുമ്പോഴും ഇവിടെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ഇവന്മാർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അറിയാലോ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് ആണ് ഇവരുടെ പണി എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിനകത്തൂടെ ഒരു ഷർട്ട് എടുക്കും, അതിട്ട് കാണിക്കും, ഈ ഷർട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കിടിലമായിരിക്കും എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതിനു വേണ്ടി കുറച്ച് പൈസ കിട്ടും. അത് കൊളാബറേഷൻ എന്ന് പറയും, കൊളാബ്. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. പിന്നെ വേറെ കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ, ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് വാർത്തയാണ്. ഈ വാർത്ത നമ്മൾ ചെയ്യണമെങ്കിൽ അറിയാലോ ബിഷാട്ടിന്, അതായത് നാളത്തെ വാർത്ത, നാളെ ഒരു സംഭവത്തിൽ ഈ നാളത്തെ ഒരു വാർത്ത നമ്മൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഇന്ന് മുതലേ ഓരോ വിഷയങ്ങൾ അനലൈസ് ചെയ്യും. ഈ വിഷയം നാളെ എങ്ങോട്ടേക്ക് പോകും, അതിനെക്കുറിച്ച് പഠിക്കും, ചരിത്ര പുസ്തകങ്ങൾ എടുക്കും. ഇപ്പൊ സി ജെ പിയുടെ സമരം വന്നപ്പോ ഞാൻ ബിജുചേട്ടനെ രാവിലെ വിളിച്ചപ്പോ താങ്കൾ എന്നോട് പണ്ട് കാലം മുതൽ, ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ നടന്ന ഗോവധ നിരോധന നിയമത്തിന്റെ പേരിൽ നടന്ന സമരത്തിന്റെ കാര്യം വരെ പറഞ്ഞു. അപ്പൊ അത് എടുത്ത് പഠിക്കണം. അപ്പൊ നമുക്ക് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്തൊരു പണിയുണ്ട്. ഈ കണ്ടന്റ് ഇവര് ചെയ്യുന്നത് പോലെയല്ല. ഇവര് ചെയ്യുന്നത് പോലെ മറ്റേ ഈ ഒരു ഫെയർ ആൻഡ് ലവ്ലി എടുത്തിട്ട് മുഖത്ത് ഇങ്ങനെ പുരട്ടിയിട്ട് നോക്കൂ ഗൈസ് ഗ്ലോ വന്നു എന്ന് പറയുമ്പോൾ 1,00,000 രൂപ കിട്ടുന്ന ഒരു സെറ്റപ്പ് അല്ല നമ്മുടെ ഒരു എന്ന് പറയുന്നത്. അത് യവന്മാര് നിങ്ങളും ചെയ്യുന്ന ഇതാണല്ലോ എന്ന് പറയുന്നത് കൊണ്ട് പറയാവുന്നതാണ്. അന്തസ്സായിട്ട് പഠിച്ച് ജേർണലിസത്തിന്റെ PG ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് മാന്യമായിട്ട് കുറെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത ശേഷം ഓൺലൈൻ മാധ്യമങ്ങളിലേക്ക് നാടിനെ ഉദ്ധരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അത് നിന്നെ പോലുള്ള ആൾക്കാർ തുറന്നു കാട്ടാൻ വേണ്ടി തന്നെയാണ് മാന്യമായിട്ട് ഇവിടെ പറയുന്നത്. ഇവർക്ക് വേലാകൂലിയൊന്നുമില്ല. ഇവര് നീട്ട് പ്രൊട്ടസ്റ്റിനെ ആസ്പിറൻസിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന സോഷ്യൽ മീഡിയക്കകത്ത് വരുന്ന വിഷ്വൽസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക. 65,000 രൂപയാണ് ഒരു പോസ്റ്റ് ഇടാനായിട്ട് എനിക്ക് ധനുഷ ഓഫർ വന്നത് എന്ന് കഴിഞ്ഞ ദിവസം എന്റെ ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ആ മെയിൽ എനിക്ക് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു, ഇങ്ങോട്ട് അയക്കും. ഉടനെ അവൻ എന്നോട് പറഞ്ഞ എന്താ അറിയോ, പോടാ അങ്ങോട്ട്, ഞാൻ എന്തിനാ നിനക്ക് അയക്കുന്നത്, നീ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടണം, നീ യവന്മാരെല്ലാം കൂടെ എന്നെ വന്ന് ആക്രമിക്കണം, ഞാനിത് പുറത്തു വിട്ടു എന്ന് പറഞ്ഞു. ഞാൻ തരില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അവൻ അത്ഭുതപ്പെട്ടു പോയി. വേറെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറയുന്നത് ഒരു റീലിന്, അതായത് ഇവരുടെ ഒരു മാർക്കറ്റ് അനുസരിച്ചാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത്. പിന്നെ ഇവന്മാരെല്ലാം ഒറ്റക്കെട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ അവന്മാർക്ക് പൈസ വന്നു കഴിഞ്ഞാൽ ഇവന്മാർ പറയൂ പൈസ വന്നു. പിന്നെ ഈ പൈസ വരുന്ന വഴിയെ ട്രാക്ക് ചെയ്യാനായിട്ട് ഇതുണ്ട് ഇല്ല. അങ്ങനെ ഒരു അൽഗോരിതം ഒരു സൈഡിൽ സെറ്റ് ചെയ്ത്, ബിചേട്ടൻ അറിയാലോ സൈക്കോളജി, താങ്കൾ സൈക്കോളജി ഇവിടെ പഠിച്ചൊരു വ്യക്തിയാണല്ലോ. നമ്മൾ ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പിറകെ വരുന്ന രണ്ടവന്മാരും ഒന്നും കാണില്ല, മുകളിലോട്ട് നോക്കും. പിന്നെ ഞാൻ അവിടെ മാറി നിന്നിട്ട് ഒരു 5 മിനിറ്റ് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ജനക്കൂട്ടം തന്നെ രൂപപ്പെട്ട് എല്ലാവന്മാരും മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇതാണ് അൽഗോരിതം. ബേസിക്കലി ഇത്ര ലളിതമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇതാണ് അൽഗോരിതം. സ്വാഭാവികമായിട്ട് ഇപ്പൊ സംഭവിക്കുന്നതിലെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാൻ ചോദിച്ചേട്ടാ. ഈ സോഷ്യൽ മീഡിയയിൽ ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നു. CJP പ്രൊട്ടസ്റ്റിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നു. പൈസ കിട്ടാത്ത കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ചില ആൾക്കാർ ഇതിന് ഞാൻ പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ ഞാനൊരു പുരോഗമനവാദി അല്ലാതായി പോകുമോ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. വേറെ ചില ആൾക്കാരുണ്ട്, അതായത് ഇതാണ് പറ്റിയ സമയം. അത് സിനിമാക്കാരും ഉണ്ട് കേട്ടോ. ഇതാണ് പറ്റിയ സമയം, നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ആവാനും നിങ്ങളുടെ സോഷ്യൽ മീഡിയ എസ്റ്റാബ്ലിഷ് ആവാനും ഇതാണ് പറ്റിയ സമയം. കാരണം CJP പ്രൊട്ടസ്റ്റിനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ, ഇപ്പൊ ഒരു 50K ഫോളോവേഴ്സ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരു 150K ഫോളോവേഴ്സ് ഒരു 10-20 ദിവസത്തിൽ കിട്ടും. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ വന്ന് ഫോളോ ചെയ്യുമല്ലോ. അങ്ങനെ ഒരു സാധനം ഇതിനകത്ത്, അങ്ങനെ 3 സാധനങ്ങൾ ഇതിനകത്ത്. ഒന്ന് പൈസ കൊടുത്ത്, രണ്ടാമത് ഇതിന്റെ ഒരു ബൂം കാണുമ്പോൾ ഇതിൽ ഞാനും കൂടെ ചെന്നില്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും എന്നുള്ളൊരു നെറേറ്റീവ്. മൂന്നാമത് ഇത് പറയുന്നത് പോലെ, അതായത് നമ്മുടെ എന്താ പറയുക, ഒരു 50K ഫോളോവേഴ്സ് ഉള്ളവൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവന് സ്വാഭാവികമായിട്ടും അദ്ദേഹം സപ്പോർട്ട് ചെയ്തു, നമുക്ക് അദ്ദേഹത്തെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞ് ഫോളോ ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതിനകത്ത് സിനിമാക്കാരുണ്ട്, അത് വേറൊരു ലീഗാണ്. പാറ്റ കരണ്ട തുടക്കം എന്ന് പറഞ്ഞ് ഇത് ഞാൻ കണ്ടു, വിസ്മയ മോഹൻലാലിന്റെ. ഈ വിസ്മയ മോഹൻലാലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും മോഹൻലാൽ അറിയാതെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉടനെ എത്തുന്ന ഒരാളുണ്ട്, അവനെ വിളിക്കാന്ന് പറയും, മേജർ രവി. ഇന്ന് വന്നിരുന്ന് കരഞ്ഞു മെഴുകുന്നുണ്ട്, ആ കുട്ടിക്ക് പൊളിറ്റിക്സിനെ പറ്റി ഒരു നോളജ് പോലും ഇല്ല എന്ന് പറയും. നോളജ് ഇല്ലെങ്കിൽ ഇടാൻ നിൽക്കരുത് പോസ്റ്റ്. നോളജ് ഉള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് നോളജ് ഇല്ലാത്ത കാര്യങ്ങളിൽ നോളജ് ഉള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, അവര് പറഞ്ഞോളും കാര്യങ്ങളൊക്കെ, അവര് കറക്റ്റ് ആയിട്ട് ചെയ്തോളും. അത് പൃഥ്വിരാജിന്റെ കേസിലും അങ്ങനെയാണ്. പൃഥ്വിരാജ് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ, അടികൊണ്ട് പിരിന്ന് മതിയായെന്നാണ് എനിക്ക് തോന്നുന്നത്. മല്ലിക സുകുമാരൻ എത്തും, അങ്ങനെയുള്ള സംഭവമാണ്. പിന്നെ ഇതിൽ ബേസിക്കലി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവരുടെ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ്. അഭിജിത് ദീപ്തിയോട് ഒരാൾ ചോദിച്ചു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് എല്ലാം കഴിയുമെന്ന് ചോദിച്ചു. ഉടനെ അവൻ ഗോദി മീഡിയ എന്ന് പറഞ്ഞ അയാളെ ഓട്ടിച്ചു വിട്ടു.
എന്റെ ബേസിക് ആയിട്ടുള്ള എന്റെ കൺസേൺ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. എനിക്ക് ഇതിനകത്തുള്ള ഈ നെറ്റ്വർക്ക്, ഈ പേപ്പർ ലീക്ക് ചെയ്യുന്ന നെറ്റ്വർക്കിനെ ഡിസ്മാൻഡിൽ ചെയ്യണം. അത് രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യം. ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്യണം. ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കോച്ചിങ് നെറ്റ്വർക്കുകളുണ്ട്, കോച്ചിങ് സെന്ററുകളുണ്ട്. എത്ര എത്ര വിദ്യാർത്ഥികൾ ഇതിന്റെ പ്രഷർ കാരണം ബേസിക്കലി ഇതിന്റെ യുവമാരുടെ പ്രഷർ കാരണമാണ് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നത്. അതിനെ ഡിസ്മാൻഡിൽ ചെയ്യണം. കോച്ചിങ് സെന്ററുകൾക്കെതിരെ ഇവിടെയുള്ള മാധ്യമങ്ങൾ പറയോ? പറയില്ല. ഈ സിനിമാ നടന്മാരായിട്ടുള്ള കൊജ്ഞാണന്മാർ പറയോ? പറയില്ല. കാരണം ഈ കോച്ചിങ് സെന്ററുകളിൽ പലതും ഇവന്മാർക്ക് പരസ്യം കൊടുക്കുന്നതാണ്, ഇവന്മാർ അതിന്റെ പരസ്യത്തിൽ അഭിനയിക്കുന്നതാണ്, അങ്ങനെ സെറ്റപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് ഇതാണ് ഈ ഡിസ്മാൻഡിൽ ചെയ്യണമെന്ന് പറയുന്ന നെറ്റ്വർക്ക്, ഈ കോച്ചിങ് സെന്ററുകളുടെ ഈ അപ്രമാദിത്വമാണ്. അപ്പൊ ആ കോച്ചിങ് സെന്ററിന്റെ കാര്യം ഇവര് പറയില്ല. കാരണം കോച്ചിങ് സെന്ററിന്റെ കയ്യിൽ നിന്നും യുവമാർക്ക് പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ ബേസിക് റൂട്ടിൽ നിന്ന് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് ഓരോ കാര്യങ്ങളും തുടങ്ങണം എന്നുള്ളതാണ്. അപ്പൊ സോഷ്യൽ മീഡിയ യുഗത്തിന് മുമ്പ് തന്നെ ഗുജറാത്തിൽ മാധ്യമ പ്രവർത്തനം തുടങ്ങിയ താങ്കൾക്ക് ഇതിന്റെ അപ്പുറം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ഇതിനെക്കാട്ടിലും ഭംഗിയായിട്ട് പറയാൻ സാധിക്കും. ഇന്ന് ഇത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ കയ്യിലാണെങ്കിൽ പണ്ട് ഇത് പത്രങ്ങളുടെ കയ്യിലായിരുന്നു. മാധ്യമ പ്രവർത്തകർ, പത്ര റിപ്പോർട്ടർമാർ, കാരണം അവർ എഴുതുന്ന നെറേറ്റീവാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ പൊളിറ്റീഷ്യന്മാർക്കൊക്കെ അവരുടെ കാല് പിടിച്ചാൽ മതി ആ വാർത്ത പുറത്തുവിടും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കാലം മാറി. ഈ ജെൻസി തലമുറയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ സോഷ്യൽ മീഡിയ അൽഗോരിതത്തിലൂടെ എടുക്കാൻ, അവരുടെ കയ്യിലെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഇതിലെന്താണ് ബിജുചേട്ടന്റെ ഒരു ടേക്ക്? ഇത് അധികം ഒന്നും പിന്നോട്ട് പോകണ്ട. കുറച്ചു നാൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്നു. അഗ്നിവീർ പദ്ധതി, ആ പദ്ധതി കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് ബീഹാറിലും ഉത്തരാഖണ്ഡിലും ജാർഖണ്ഡിലും അതുപോലെ തന്നെ യുപിയുടെ ചില ഭാഗങ്ങളിലും കേരളത്തിലടക്കം വലിയ പ്രതിഷേധം ഉണ്ടാകുകയും നോർത്തില് ബീഹാറിലടക്കം ട്രെയിൻ കത്തിക്കുന്ന രീതിയിലേക്ക് ആ കലാപം മാറുകയും ചെയ്തിരുന്നു. അതിന്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നുവെന്ന് കേന്ദ്രം മനസ്സിലാക്കുക. അന്വേഷണം ചെന്ന് എത്തി നിന്നത് ഈ മിലിറ്ററിയിലേക്ക് പോകുന്ന കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, പരിശീലനം കൊടുക്കുന്ന ട്രെയിനിങ് കോച്ചിങ് സെന്ററുകളുണ്ട്. അതായത് ഈ കോച്ചിങ് സെന്ററിലേക്ക് ഈ യുവാക്കൾ എത്തുന്നു. അവർ ഇത്ര രൂപ ഫീസ് അടച്ചു കഴിയുമ്പോൾ പട്ടാളത്തിൽ ചേരാനുള്ള ശാരീരിക ക്ഷമത പരിശീലനവും മറ്റുള്ള കാര്യങ്ങളും നൽകുന്ന വൻ സെറ്റപ്പ് ടീമുകളുണ്ടായിരുന്നു ഈ രാജ്യത്ത്. അവരായിരുന്നു ഈ കലാപത്തിന് പിന്നിൽ. കാരണം അഗ്നിവീർ വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ കുട്ടികൾക്ക്, അതായത് എനിക്ക് തോന്നുന്നു +2 ആണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു +2 കഴിയുന്ന കുട്ടികൾക്ക് പോകാൻ തോന്നുന്നു. അതാണ് അഗ്നിവീറിൻ്റെത്. ആ കുട്ടികൾ 17 വയസ്സ് കണ്ടുണ്ട്. ആ 17 വയസ്സിൽ തന്നെ ഇവർക്ക് പോകാൻ പറ്റും. അപ്പൊ ഇവന്മാരുടെ കഞ്ഞൂടി മുട്ടും. ഈ കുട്ടികൾ ട്രെയിനിങ് സെന്ററിലേക്ക് വരില്ല. ട്രെയിനിങ് സെന്ററിൽ വന്ന് ഇവരെ 2-3 വർഷമായിട്ട് പിഴിഞ്ഞാലല്ലേ ഇവന്മാർക്ക് കിട്ടാനുള്ളത് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഈ പിള്ളേർക്ക് ശരീരം നന്നാക്കാൻ വേണ്ടി പ്രോട്ടീൻ പൗഡർ വിൽക്കാം, പിന്നെ സ്റ്റെറോയിഡുകൾ കുത്തിവെപ്പിച്ച് അങ്ങനെ കുറെ പൈസ ഉണ്ടാക്കാം. പിന്നെ ഇങ്ങനെയുള്ള ഒരു വലിയ തട്ടിപ്പ് ശൃംഖലയാണ്. അത് നരേന്ദ്രമോദി സർക്കാർ പൂട്ടിട്ടു. ഇനി അങ്ങനത്തെ കോച്ചിങ് ഇപ്പൊ എവിടെയെങ്കിലും ആ പരസ്യം കാണുന്നുണ്ടോ? പട്ടാളക്കാരനാവാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് സൈന്യത്തിൽ നിന്ന് വിരമിച്ച പല മഹാന്മാരും ഇട്ടിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, പല മഹാന്മാരും നമ്മുടെ നാട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അതെ ഇവരിട്ടിട്ടുണ്ട്. ഇന്നെന്താ അതില്ലാത്തത്? പൂട്ടിയാ പണി? എന്തുകൊണ്ടായില്ലാത്ത? അതേപോലെ തന്നെ ഈ വിദ്യാർത്ഥികളെ ഏറ്റവും വലിയ പ്രഷർ ചെയ്യുന്ന ഒരു സ്ഥാപനം ഈ കോച്ചിങ് സെന്ററാണ്. ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പല കുട്ടികളും ഈ കേരളത്തിൽ തന്നെ ഈ പരിശീലന കേന്ദ്രങ്ങളുടെ മാക്സിമം പ്രഷർ കൊണ്ട് ആത്മഹത്യ ചെയ്ത എത്ര കുട്ടികളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇതൊക്കെ നമ്മുടെ നെറ്റിൽ അവൈലബിൾ ആണ്. നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അനവധി കുട്ടികളുടെ പേരും അഡ്രസ്സും കിട്ടും. ഈ കുട്ടികൾ എന്തിനാണ് നീറ്റിൽ തോറ്റതിനല്ല, അതിന്റെ നീറ്റിൽ ചോദ്യപേപ്പർ തോന്നുന്നതിനല്ല. കാരണം ഇനിയും ഈ പീഡനം സഹിക്കേണ്ടി വരും അവര്. കാരണം അവരനുഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലൊരു മാനസിക പീഡനമാണ് ഈ ട്രെയിനിങ് കോഴ്സിൽ പോകുന്ന, അതായത് നീറ്റിന്റെ മറ്റുമൊക്കെ കോച്ചിങ് സെന്ററിൽ പോകുന്ന കുട്ടികൾ. നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ട് ഒരുപാട് കുട്ടികൾ പോകുന്നു. സത്യത്തിൽ കഷ്ടം തോന്നും. പലരുടെയും രക്ഷകർത്താക്കൾ ഈ കോച്ചിങ് സെന്ററിനടുത്ത് വീടെടുത്ത് കിടന്നാണ് ചെയ്യുന്നത്. ഈ കുട്ടികൾ അവിടെ വലിയ രീതിയിൽ തന്നെ അതില് ചില സ്ഥലങ്ങളിലുള്ള അധ്യാപകരുടെ രൂക്ഷമായ രീതിയിലാണ് ഇവരെ അട്ടിച്ചങ്ങോട്ട്. അവരുടെ ധാരണ ഈ കുട്ടികളെ മാക്സിമം പ്രഷറൈസ് ചെയ്യുമ്പോഴേക്കും ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളതാണ്. എന്നിട്ട് ഈ കോച്ചിങ് സെന്ററുകൾ വഴിയാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഘട്ടം ഘട്ടമായിട്ട് ഇത് ചോരുന്നത്. നമ്മൾ പരസ്യം കണ്ടിട്ടില്ലേ? ഇവിടെ പഠിക്കുന്ന കുട്ടികൾ 100% വിജയം. ഇവിടുന്ന് വന്ന ഈ കോച്ചിങ് സെന്ററിൽ പഠിച്ച കുട്ടികൾ എഴുതിയ പരീക്ഷയുടെ 80% ചോദ്യം ഞങ്ങൾ പഠിപ്പിച്ചിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ പരസ്യങ്ങൾ വരുമായിരുന്നു. ഈ കോച്ചിങ് സെന്റർ എന്ന് പറയുന്നത് വലിയ വ്യാപകമായൊരു ബിസിനസ്സാണ്. സിനിമാ താരങ്ങള്, ഇതേപോലുള്ള ഇൻഫ്ലുവൻസർ, അവരൊക്കെയാണ് ഇതിനകത്ത് ഈ ആളുകളെ എക്കും ബുക്കും ഇത് ഏത് കോഴ്സാണെന്ന് പോലും അറിയാതെ ഒരുപാട് പേര് പോയി ചേരുന്നുണ്ട്. വളരെ കൗതുകകരമായ കാര്യമാണ്. എയർ ഹോസ്റ്റസിന്റെ ഒരു കോഴ്സ് നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരുപാട് പേരാണ്. ആദ്യം നമ്മൾ തിരക്കേണ്ടത്, ഞങ്ങൾക്കൊക്കെ ജോലി ചെയ്യാനുള്ള വിമാനം ഈ രാജ്യത്തുണ്ടോ, ഇല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് തൊഴിൽ കിട്ടാനുള്ള അതെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയണ്ടേ. ഈ എയർ ഹോസ്റ്റസ് ഒക്കെ പഠിച്ചിട്ട് പോയി അതുമായിട്ട് ബന്ധപ്പെട്ട് പല കുട്ടികളും ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? ഹോട്ടലിൽ വെയിറ്ററായിട്ട് നിൽക്കുന്ന ഒരുപാട് എയർ ഹോസ്റ്റസ് പഠിച്ച കുട്ടികളുണ്ട്.
നല്ല പൈസ ചിലവാക്കി പഠിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഈ റിസപ്ഷനിസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരുപാട് ഹെയർ ഹോസ്റ്റസുകളുണ്ട്. ഇതിനാണോ അവർ കഷ്ടപ്പെട്ട് പഠിച്ചത്? അത് പഠിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇത്രയും ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ട ആവശ്യമുണ്ട്. ഈ പണിക്ക് നേരെ പോയിക്കൂടായിരുന്നു. ഇത് കണക്ക് വലിയ തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. വലിയ തട്ടിപ്പാണ് അത്. ഈ അടുത്ത കാലത്ത് നിന്ന് തീർക്കാനും കഴിയില്ല. ഇനി ഇൻഫ്ലുവൻസറുടെ കാര്യം പറയണം, വലിയ കൗതുകം. ഈ അടുത്ത കാലം വരെ എന്റെ ഏറ്റവും വലിയ ധാരണ എന്ന് പറഞ്ഞാൽ ഈ MBBS എന്ന് പറയുന്ന ഒരു സയൻസ് ആണെന്നായിരുന്നു. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായിട്ടുള്ളതാണ്. അതായത് ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു തെളിവ് സഹിതം അതിനെ നമ്മളെ വിശദീകരിച്ച് തരുന്നതാണ്. ഇതിങ്ങനെയാണ്, ഇത് സൂര്യൻ കറങ്ങുന്നില്ല, മറ്റു ഗ്രഹങ്ങളാണ് കറങ്ങുന്നത്, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ച് കൃത്യമായി തരുന്നതാണ് ശാസ്ത്രം. MBBS ഒരു ശാസ്ത്രമാണെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അല്ല. കാരണം ധനുഷ് ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എടുത്ത് ഒരു ഡോക്ടർ പറയുന്നത് നിങ്ങൾ ഇന്നത് കണക്ക് ചെയ്യൂ, മുട്ട കഴിക്കൂ എന്ന് പറയുന്നു. വേറെ ഡോക്ടർ പറയുന്നത് മുട്ട തൊട്ടുപോകരുത് എന്ന് പറയുന്നു. പിന്നെ ചില മരുന്നുകൾ, മഗ്നീഷ്യം, വിറ്റാമിൻ D, അതിന്റെ ടാബ്ലറ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നു ഈ ഡോക്ടർമാരിരുന്നിട്ട്. അതായത് ഒരു വിഷയം തന്നെ, ഏതെങ്കിലും ഒരു അസുഖത്തിന് 10 ഡോക്ടർമാർ 10 അഭിപ്രായമാണ് പറയുന്നത്. ഒന്നുകിൽ ഇവന്മാർ ഈ വിഷയം MBBS പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഒരു ശാസ്ത്രം എങ്ങനെയാണ് വ്യത്യസ്തമായി പറയാൻ കഴിയുന്നത്? അത് മെഡിക്കൽ സയൻസിനെ എങ്ങനെ വ്യത്യസ്തമാക്കാൻ കഴിയും? എനിക്കറിയില്ലത്. കാരണം ഒരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ രോഗത്തിന് ഒരു കാരണം തന്നെ ആയിരിക്കും. മരുന്നുകളുടെ കമ്പനി ചിലപ്പോൾ മാറി എന്നിരിക്കാം, പക്ഷെ അതിന് വ്യത്യസ്തമായ രീതിയിൽ ഇവിടെയാണ് മോഹനൻ വൈദ്യരെ കണക്കുള്ള സ്വയം വലിയ അതെന്താ അറിയോ? ആ സംഭവം എല്ലാ ഡോക്ടർമാരുടെ അടുത്തും ഒരു മെഡിക്കൽ റെപ്പ് പോയെങ്കിൽ അവരെല്ലാത്തിനും ഒരു മരുന്നും ഒരു കാരണവും പറഞ്ഞു. പക്ഷെ പല മെഡിക്കൽ റെപ്പുകളാണ് പല ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നത്, പല കമ്പനികളാണ്. ഈ പല കമ്പനികൾക്കും പല ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പോകുന്ന കമ്പനിയിൽ മെഡിക്കൽ റെപ്പിന് ഞാൻ കൊടുക്കുന്ന മരുന്ന് അയാൾക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഈ രോഗത്തിന് ഒരു പ്രത്യേക കാരണം വേണം, എങ്കിൽ മാത്രമേ അയാൾക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ എന്നാണ് എന്റെ ബുദ്ധിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ധനുഷ് പറഞ്ഞത് പഴയ കാലത്തെ കഥയാ. ഈ മെഡിസിൻ അല്ല ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് കൂടുതൽ, ഇപ്പൊ ഫുഡാ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു ഡോക്ടർ വന്നിട്ട് മുട്ട കഴിക്കാൻ പറയുന്നു. അതായത് ഈ നമ്മൾ വിചാരിക്കും ഈ മുട്ട എന്നൊക്കെ സിമ്പിൾ കാര്യമല്ല, 2 കോഴി ഇടുന്ന കാര്യം അല്ല. ഇതൊരു വലിയ മാഫിയയാണ്. ഈ കോയമ്പത്തൂര്, ബാംഗ്ലൂര്, പിന്നെ പറയുന്ന ആന്ധ്രയിലൊക്കെ ഉള്ള വലിയ മാഫിയാണ്. നമുക്കറിയാം കേരളത്തില് ഓംലേറ്റ് കഴിക്കണം, കോയമ്പത്തൂരിൽ നിന്ന് മുട്ട വരണം. അപ്പൊ എന്തുമാത്രം മുട്ട ഈ കേരളത്തിലേക്ക് ഇത് ചുമ്മാ ഇടാൻ പറ്റും. 1-2 കോടി ഇടുന്ന മുട്ട കൊണ്ട് കേരളത്തിലെ കാര്യം നടക്കില്ല. വലിയൊരു മാഫിയാണ് ഇപ്പൊ ഫുഡിലാണ് പിടിച്ചിരിക്കുന്നത്. അതായത് ഈ ഫുഡ് മാഫിയുണ്ട്, പച്ചക്കറി, അവരുടെ ഒരു വലിയ മാഫിയുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഈ പിന്നെ മീനിന്റെ വില കുറയ്ക്കാനായിട്ട് മീനിനകത്ത് വിഷമാണ് ഇല്ലെങ്കിൽ മാലിന്യമാണെന്ന് പറയാൻ മാധ്യമ പ്രവർത്തകർക്ക് പണം കൊടുത്ത് ചെയ്യിക്കുന്ന എത്രയോ സംഭവങ്ങൾ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അതുപോലെ ബീഫിന്റെ വില കുറയ്ക്കാൻ വേണ്ടി ഈ മത്സ്യ മാഫിയ അല്ലെങ്കിൽ മത്സ്യ സിൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെ പച്ചക്കറി മാഫിയകളുണ്ട്. ഈ പച്ചക്കറിക്കകത്ത് തന്നെ ഇപ്പൊ വെറൈറ്റികളാണ്. ഇപ്പൊ എന്താണ്, ഓട്സിനെതിരായിട്ടാണ് വരുന്നത്. ഓട്സിനെ ആദ്യം പ്രൊമോട്ട് ചെയ്ത് ഇതേ ഡോക്ടർമാരായിരുന്നു ഓട്സ് കഴിച്ച പ്രശ്നമാണ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഒരേ വായിൽ കൂടെ തിന്നുകയും വിസർജിക്കുകയും ഒരു ഡോക്ടർക്ക് എങ്ങനെ കഴിയും എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ വെച്ചാൽ മനുഷ്യനെ മറ്റു ചൂഷണം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സ്കിന്ന് സൗന്ദര്യം. സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിക്ക് മാത്രമാണ് അതിന്റെ ഉത്തരവാദിത്തമുള്ളത്, അല്ലാതെ പുറത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ മാനുഫാക്ചറിംഗിൽ വരുന്ന സൗന്ദര്യം നമുക്കൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ വെച്ചാൽ നമുക്ക് കുറച്ച് പൗഡറോ ക്രീമോ ഒക്കെ ഇട്ടിച്ച് വെളുപ്പിച്ചിരിക്കാന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. അവിടെ അവർ ചെയ്യുന്ന ഒരു വലിയ യൂസ് എന്ന് വെച്ചാൽ ഈ സ്കിന്നിനകത്ത് കളർ വെക്കാനൊക്കെ ഉള്ള കെമിക്കൽസ് ആണ് അവർ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. കളർ മാറും. കളർ മാറുക എന്ന് വെച്ചാൽ അത് മറ്റൊരു രോഗത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. കാരണം ആ രോഗം വന്നു കഴിയുമ്പോൾ ഇതേ ഡോക്ടർ തന്നെ വന്നിരുന്ന് പറയും, സ്കിന്നിന് തേച്ചല്ലേ മരുന്ന്, സ്കിന്നിന് തേച്ച് വന്ന രോഗത്തിന്റെ മരുന്ന് ഇതാണ്. ഇവർ 2 രീതിയിലാണ്. ഇത് ഡോക്ടർമാരുടെ കഥയാണ് ഞാൻ പറയാം. ഇതേ രീതിയിൽ തന്നെ എല്ലാ കാര്യത്തിനും ഇൻഫ്ലുവൻസർമാരുണ്ട്, ഭയങ്കര ഇൻഫ്ലുവൻസറാണ്. ChatGPT-യോട് ഒരു ചോദ്യം തന്നെ പലവട്ടം ചോദിച്ചാൽ പലവട്ടം ഉത്തരവാണ് നൽകുന്നത്. ChatGPT അവർ കൃത്യമായി ഉത്തരം നൽകുന്ന ഒരു ഉൽപ്പന്നം, ഒരു സാധനം എന്ന് പറയുന്നത്. ഒരാള് ഒരു ചോദ്യം പലരിരുന്ന് ഒരേപോലെ നിരന്നിരുന്നിട്ട് ചോദിച്ചു നോക്കിയേ, പല ഉത്തരവായിരിക്കും ChatGPT വരുന്നത്. അപ്പൊ അതിന് പോലും പറ്റുന്നില്ല. ഇതാണ് തട്ടിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് ഇൻഫ്ലുവൻസർമാർ വരുന്നത്. ഇതിനകത്ത് നമ്മളും ഇൻഫ്ലുവൻസർമാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസർമാർക്ക് അധികം നിലനിൽപ്പില്ല. കാരണം അവരൊന്ന് റീച്ചായി വന്നു കഴിയുമ്പോൾ ഇതിനേക്കാൾ മിടുക്കൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ സൗന്ദര്യമുള്ള ഒരുത്തനോ ഒരുത്തിയോ വന്നിരുന്ന് ഇതൊക്കെയുള്ള അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾ അങ്ങോട്ട് പോകും, ഈവൻ ഡൗൺ ആകും. നമ്മുടേത് ന്യൂസാണ്. ന്യൂസ് എന്നും ഇങ്ങനെ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് അതിനകത്തുള്ള ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. അല്ലാതെ ഇന്നൊരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇപ്പൊ ധനുഷ് നേരത്തെ വന്നിട്ട് ഫെയറാലവലി കൊടുത്തിട്ട് ഫെയറാലവലിയെ കുറിച്ച് പറയൂ എന്ന് പറയുമ്പോൾ ഇന്ന് പറയും, ഈ ഫെയറാലവലി മേടിച്ച് തേക്കുന്നതും വെളുത്തില്ലെങ്കിൽ അവൻ പിന്നെ ഇത് കാണത്തില്ല.
അതാണ് ഇൻഫ്ലുവൻസർമാർ. പക്ഷെ അവർ ഉള്ള സമയം കൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ട് മാക്സിമം അവർ ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പാറ്റ സമരത്തെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ 5000 രൂപ മുതലാണ് മുകളോട്ട് റേറ്റ്. അതായത് വലിയ വലിയ ഇൻഫ്ലുവൻസർമാർക്ക് കേരളത്തിലടക്കം 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്, എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ ഫിലിം സ്റ്റാറുകൾക്ക് ഇത്ര ലക്ഷം രൂപയാണ് ഒരു പോസ്റ്റ് ഇടുന്നതിന്. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഈ സേവ് ലക്ഷദ്വീപ് ഫോറം ഇതൊക്കെ വന്നപ്പോൾ ഈ ടൂൾ കിറ്റുകളും ഇവരുടെ റേറ്റ് ഒക്കെ പുറത്തു വന്നതാണ്. അതിപ്പോ സ്വാഭാവികമാണ്. അപ്പൊ അവർക്ക് എന്ത് ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവന്മാരുടെ പടമൊക്കെ 100 ദിവസം ഓടണ്ടേ. അപ്പം ആ ഒരു പരുവത്തിൽ നിൽക്കുക. അപ്പൊ ഇവരുടെ ഒരു വലിയ താരങ്ങളാണെങ്കിൽ ഇവര് പാനായിട്ട് ഇങ്ങനെ നിൽക്കണം. അത് നിൽക്കുന്നില്ലല്ലോ അവര്. പിന്നെ ഇവർ അംബാസഡർ ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ചില സ്ഥാപനങ്ങളേ ഉള്ളൂ. ആ സ്ഥാപനങ്ങൾ പിന്നീട് തട്ടിപ്പിൽ പെടുന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. എത്ര നടന്മാരാണ് ഇപ്പൊ പലതരം പിന്നെ എന്താണ് റമ്മികളിയുടെ ഒക്കെ വന്നിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പൊ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് മറിമായം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ മനോരമയില്. അവർ ഈ ഇൻഫ്ലുവൻസർമാരെ തുറന്നു കാട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഈ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ചെയ്യുകയും മാനിഫെസ്റ്റേഷൻ മൂലം വട്ടായി പോയ കുറച്ച് പേരുടെ സ്റ്റോറിയാണ് അതിൽ പറയുന്നത്. വളരെ ഭംഗിയായിട്ട് അവർ അവതരിപ്പിച്ചിട്ട് അതാണ് പറയുന്നത്. അപ്പൊ ഈ ഇൻഫ്ലുവൻസർമാരുടെ കാലം കഴിഞ്ഞു. മുൻപായിരുന്നെങ്കിൽ ഇൻഫ്ലുവൻസർമാർ പറയുന്നത്, അതിനു മുമ്പ് രാഷ്ട്രീയ നേതാക്കളായിരുന്നു. ധനുഷ് ചോദിച്ചില്ല മുമ്പ് അങ്ങനെ ആയിരുന്നു. മുമ്പ് രാഷ്ട്രീയ നേതാക്കളായിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ വന്നിട്ട് പറയുന്നതിന് ജനം കേൾക്കും. ഇന്നിപ്പോ രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ വിലയും നിലയൊന്നും ഇല്ല. അപ്പം അവന്മാര് പോയി. പിന്നെ വന്ന പുതിയ കാലഘട്ടത്തിലുള്ളവരാണ് ഇൻഫ്ലുവൻസേഴ്സ്. ഇവര് എല്ലാത്തിനെ കുറിച്ച് ഇവർ പറയും. അതായത് ടെൻഷൻസ് എങ്ങനെ ഒഴിവാക്കുക എന്ന് പറയും. അവരുടെ വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ടെൻഷൻ അടിച്ച് 2 പെഗും വിട്ടത് കിടക്കുന്ന കാണാൻ പറ്റും. അങ്ങനെ പറയും. മതത്തെ അനുകൂലിച്ച് പറയുന്ന ഡോക്ടർമാർ, മതത്തെ എതിർത്ത് പറയുന്നവർ. ഇതിന്റെ ഇടയ്ക്ക് ജ്യോതിഷന്മാർ പല വകുപ്പുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇവർക്കൊക്കെ ഉള്ള ആരാധകരെ വെച്ചുകൊണ്ടാണ് ഇവർ വില പേശുന്നത്. ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഇൻഫ്ലുവൻസറിനൊന്നും വലിയ വിലയില്ല. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ധ്രുവറാത്തിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസർ ഉള്ള ഒരു മാധ്യമ പ്രവർത്തനമാണല്ലോ, ഒരു യൂട്യൂബർ ആണല്ലോ അദ്ദേഹം തലകുത്തി മറിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് കിട്ടുന്ന ലൈക്കോ കിട്ടുന്ന വ്യൂസിന്റെ എണ്ണം പോലും വോട്ട് അദ്ദേഹം പ്രൊമോട്ട് ചെയ്ത പാർട്ടികൾക്ക് കിട്ടിയിട്ടില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പൊ അത് ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. അത് തള്ളിക്കളയേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ ചാനലിൽ ഇരുന്ന് നമ്മൾ പറയുകയാണ് നിങ്ങൾ ഇന്നവർ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് രംഗത്തിറങ്ങണം എന്ന് പറഞ്ഞാൽ എത്ര പേര് കേൾക്കും? വകതിരിവുള്ളവനെ ലോജിക്കായിട്ട് നോക്കും. ഇപ്പം പറയുന്ന വല്ല സത്യമാണോ, ഞാൻ എന്തിനു വേറെ. അപ്പൊ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ കുട്ടികളെ വഴിതെറ്റിക്കാൻ എളുപ്പമാണ്. കാരണം അവർ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നവർക്കൊക്കെ 500 രൂപ വെച്ച് മിനിമം കിട്ടുന്നുണ്ട്. 500 രൂപ അപ്പൊ തന്നെ പേയ്മെന്റാ, സ്പോട്ട് പേയ്മെന്റ്. ധനുഷ കമ്പനിയുടെ പേര് പറഞ്ഞായിരുന്നു, ഇവർക്ക് പേയ്മെന്റ് കൊടുക്കുന്ന കമ്പനിയുടെ 2 കമ്പനിയുടെ പേര് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നമ്മൾ പറയുകയും ചെയ്തിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മോക്ക് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. ഈ 2 കമ്പനികളാണ് ഈ ഇൻസ്റ്റാഗ്രാംസിലും ഈ ഫ്യൂമാർക്കൊക്കെ ക്യാഷ് കൊടുക്കുന്നത്. അത് വലിയ കാര്യമൊന്നുമില്ല. കാരണം യാതൊരു സ്വാധീനവും ഇല്ലാത്തവരാണ്, ജനസ്വാധീനവും ഇല്ലാത്തവരാണ്. അതിനകത്ത് എന്ത് സ്വാധീനം ഉണ്ടാകും? കാരണം ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഞാൻ കണ്ടു, ഈ കറി ഉണ്ടാക്കുന്നവന്റെ അടുത്തും കറങ്ങി നടക്കുന്നവന്റെ അടുത്തും പോയിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ ഇങ്ങനെ തൊഴുതു ഇരിക്കുന്ന പോഡ്കാസ്റ്റിംഗ് കണ്ടു ഞാൻ. ഇത് കറി ഉണ്ടാക്കുന്നവന് ഈ രാഷ്ട്രീയക്കാരോട് എന്ത് ചോദിക്കാനാ? അത് ചോദ്യം നേരത്തെ എഴുതി കൊടുക്കും, ഈ നേതാവ് എന്നെ ഒന്ന് പുകഴ്ത്തണം, ഞാനൊരു സംഭവമാണെന്ന് പറയാം. ഇതാണ് നടക്കുന്നത്. 2 ലക്ഷം രൂപ റേറ്റ് പോഡ്കാസ്റ്റിങ്ങിന്, 2 ലക്ഷം രൂപ പല നേതാക്കളും ഉറപ്പുപോയിട്ടുണ്ട്. അത് പിന്നെ മെയ് ആണെങ്കിൽ കിട്ടുന്ന പൈസയല്ല. വിചാരിക്കും യോമാര് ചുമ്മാ വായ്ത്താളം ഓടിക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇവരെ നമ്മൾ നേരിട്ട് അറിയാന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 2 ലക്ഷം രൂപയൊക്കെ മേടിച്ച് ചെയ്യുന്നത് 2 ലക്ഷം രൂപ റേറ്റ്. പിന്നെ അത് അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസയല്ല, ഫണ്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതിൽ നിന്ന് 2 or 5 കൊടുക്കാൻ പറ്റും. അങ്ങനെ പോയിരിക്കുന്നു. എനിക്ക് മനസ്സിലാവും. സാധാരണ ഇതിലൊരു പൊളിറ്റീഷ്യൻ ഇന്റർവ്യൂവിന് വരുന്നത് ഒരു ജേർണലിസ്റ്റിന്റെ അടുത്താണ്. നരേന്ദ്രമോദി അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും കറി ഉണ്ടാക്കുന്നതിന്റെ അടുത്ത് പോയി, ഇല്ലെങ്കിൽ ഒരു സാരിയുടെ പരസ്യം കാണിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട്, ഇല്ലെങ്കിൽ കറങ്ങി നടക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ടൊന്നും. രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഇവിടെ വന്നിട്ട് മറ്റേ കടലിലൊക്കെ ചാടിയല്ലോ. മറ്റേ എന്തോ ഒരു ഇവിടെ ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ, അയാളുടെ സോഷ്യൽ മീഡിയയിൽ വന്ന് കടലിൽ ചാടി നല്ല പൊട്ടി വെച്ചത്. അത് ഇതിനകത്തെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ആളുകൾ തിരയും. ഇപ്പൊ ഞാൻ ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് ഈ ഫുഡായിട്ടുള്ള വ്ളോഗേഴ്സ് ഞാൻ കാണാറുണ്ട്. അതിൽ തന്നെ ഞാൻ നല്ലവരുടെ മാത്രമാണ് കാണുന്നത് ഫുഡ്. അപ്പൊ അവരെ മാത്രമാണ്. അവര് നാളെ വന്നിട്ട് പൊളിറ്റിക്സ് പറഞ്ഞാൽ ജനം കേൾക്കില്ല. കാരണം ഇതിപ്പോ ഞാൻ വന്നിട്ട് നാളെ സിനിമയെ കുറിച്ചൊരു ഞാനിപ്പോ നമ്മൾ 2 പേരും കൂടി ഇരുന്നിട്ട് നാളെ മുതൽ സിനിമയെ കുറിച്ച് അങ്ങോട്ട് എന്താ സിനിമയെ കുറിച്ച് പറയുന്നത്, അതിന്റെ അനാലിസിസ്, സിനിമയുടെ ഒരു അനാലിസിസ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ ജനം സ്വീകരിക്കൂ. റിവ്യൂ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ജനം സ്വീകരിക്കും, ഓടിച്ചിട്ടടിക്കും. കാരണം നമുക്ക് ആ പണി അറിയില്ല. നമുക്ക് ആകെ അറിയുന്ന ഈ വാർത്തയെ കുറിച്ചുള്ള പണിയെ അറിയത്തുള്ളൂ. സിനിമ നല്ലതാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ അതിനെക്കുറിച്ച് നമുക്കൊരു സംഭവം അറിയത്തില്ല. അതേപോലെ തന്നെയുള്ളത് ഈ ഇൻഫ്ലുവൻസർമാരെല്ലാം വലിയ പണം വാങ്ങിയത്, ഇത് പണത്തിന്റെ പരിപാടിയാണിത്. പിന്നെ ഇത് എല്ലാ കാലത്തും ഉണ്ട്. പൗരത്വ ഭേദഗതി സമരത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇൻഫ്ലുവൻസർമാരുടെ കാലം കഴിഞ്ഞു. അവർക്കില്ല, റീച്ചില്ല അവർക്ക്. അവരെ പിന്നെ ആളുകൾ കാണുമ്പോൾ ഞാൻ കാണാറുണ്ട് ഒരുപാട് വീഡിയോകൾ. അതെന്റെ ഒരു രസത്തിന് വേണ്ടി കാണുന്നു. അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ എല്ലാം മേടിച്ച് കഴിക്കാനോ തിന്നാനോ പറ്റൂ, ഇല്ല മരുന്ന് കഴിക്കാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ടോണ്ടിരിക്കും.
അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനകത്ത് കാര്യം ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം.